നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, അതായത് PMJAY അഥവാ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ് വിശദമായി പറയുന്നത്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ: ആരൊക്കെയാണ് ഈ പദ്ധതിക്ക് അർഹർ, 5 ലക്ഷം വരെ സൗജന്യ ചികിത്സ എങ്ങനെ ലഭിക്കും, ആയുഷ്മാൻ ഭാരത് കാർഡ് എങ്ങനെ എടുക്കാം, കേരളത്തിലുള്ളവർക്ക് ഈ പദ്ധതി എങ്ങനെ ബാധകമാണ്, ഏത് ആശുപത്രികളിലാണ് ചികിത്സ ലഭിക്കുക, എന്തൊക്കെ രോഗങ്ങൾക്ക് ചികിത്സ ലഭിക്കും, എന്തൊക്കെ ചികിത്സകൾ ലഭിക്കില്ല. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ വിശദമായി നോക്കുന്നത്. ഇനി PMJAY എന്താണെന്ന് നോക്കാം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വർഷത്തിൽ 5 ലക്ഷം രൂപ വരെ ആശുപത്രി ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുന്ന പദ്ധതിയാണിത്. ഈ പദ്ധതി രാജ്യത്തെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. പദ്ധതിയുടെ പ്രധാന പ്രത്യേകതകൾ: ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണങ്ങൾ: വർഷത്തിൽ 5 ലക്ഷം രൂപ വരെ ചികിത്സാ പരിരക്ഷ, സർക്കാർ ആശുപത്രികളിലും അംഗീകൃത സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ, ക്യാഷ്ലെസ് ചികിത്സ, കുടുംബാംഗങ്ങളുടെ എണ്ണത്തിന് പരിധിയില്ല, പ്രായപരിധിയില്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ. അതായത് ഒരു സംസ്ഥാനത്ത് എടുത്ത കാർഡ് മറ്റൊരു സംസ്ഥാനത്തും ഉപയോഗിക്കാൻ സാധിക്കും. ഇനി അർഹർ. ഈ പദ്ധതിയുടെ അർഹത പ്രധാനമായും 2011 സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് അടിസ്ഥാനമാക്കിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സാധാരണയായി ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ: ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾ, കൂലിപ്പണിക്കാർ, ഭൂമിയില്ലാത്ത തൊഴിലാളികൾ, ഭവനരഹിതർ, ചില പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾ, മറ്റ് അർഹതാ പട്ടികയിലുള്ള കുടുംബങ്ങൾ. കൂടാതെ 70 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്കും നിലവിലെ സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരം പ്രത്യേക വ്യവസ്ഥകളിലൂടെ അർഹത ലഭിക്കുന്നതാണ്. ഇനി ഈ പദ്ധതി കേരളത്തിലുള്ളവർക്ക് ലഭ്യമാണെന്നുള്ള ചോദ്യമുണ്ട്. കേരളത്തിൽ കേന്ദ്ര പദ്ധതിയോടൊപ്പം സംസ്ഥാന സർക്കാർ ആരോഗ്യ പദ്ധതികളും പ്രവർത്തിക്കുന്നുണ്ട്. അർഹരായവർക്ക് PMJAY പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. എന്നാൽ നിങ്ങളുടെ പേര് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് ആദ്യം പരിശോധിക്കണം. ഇനി അർഹത പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് PMJAY പോർട്ടൽ അല്ലെങ്കിൽ അടുത്തുള്ള CSC സെന്റർ, അല്ലെങ്കിൽ ആശുപത്രിയിലെ ആയുഷ്മാൻ മിത്ര, അല്ലെങ്കിൽ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുമായുള്ള ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. അവിടെ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ നമ്പർ, റേഷൻ കാർഡ്, മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് പരിശോധന നടത്താം. ഇനി ഇതിൽ ആവശ്യമായി വരുന്ന രേഖകൾ: ആധാർ കാർഡ്, റേഷൻ കാർഡ്, മൊബൈൽ നമ്പർ, കുടുംബ വിവരങ്ങൾ, ആവശ്യമായാൽ വിലാസ രേഖ. ചില സാഹചര്യങ്ങൾ അധിക രേഖകളും ആവശ്യപ്പെടും. ഇനി ആയുഷ്മാൻ കാർഡ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അർഹത സ്ഥിരീകരിച്ച ശേഷം രേഖകൾ സമർപ്പിക്കുക. വിവരങ്ങൾ പരിശോധിക്കും, ഫോട്ടോ എടുക്കും, കാർഡ് തയ്യാറാക്കും. തുടർന്ന് ഡിജിറ്റൽ അല്ലെങ്കിൽ പ്രിന്റ് കാർഡ് ലഭിക്കും. ഇനി ആശുപത്രിയിൽ ചികിത്സ എങ്ങനെ ലഭിക്കും എന്നുള്ള കാര്യം നോക്കാം. ആദ്യം ആശുപത്രി PMJAY പദ്ധതിയിൽ അംഗീകൃതമാണോ എന്ന് ഉറപ്പാക്കുക. ശേഷം ആയുഷ്മാൻ കാർഡ് കാണിക്കുക. ആധാർ ഉപയോഗിച്ച് തിരിച്ചറിയൽ നടത്തും. ആശുപത്രി ചികിത്സയ്ക്ക് അനുമതി തേടും. അംഗീകാരം ലഭിച്ചാൽ ചികിത്സ ആരംഭിക്കും. ഇനി രോഗിക്ക് ചികിത്സാ ചെലവ് നേരിട്ട് അടയ്ക്കേണ്ട സാഹചര്യം സാധാരണയായി ഉണ്ടാകില്ല. ഇനി ഏത് ആശുപത്രികളിൽ ചികിത്സ ലഭിക്കുമെന്നുള്ള കാര്യം നോക്കാം. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ആശുപത്രികൾ, സംസ്ഥാന സർക്കാർ ആശുപത്രികൾ, പദ്ധതിയിൽ ഉൾപ്പെടുന്ന സ്വകാര്യ ആശുപത്രികൾ. ഇങ്ങനെ എല്ലാ സ്വകാര്യ ആശുപത്രിയും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കണമെന്നില്ല. അതുകൊണ്ട് പ്രവേശനത്തിന് മുൻപ് നിർബന്ധമായും സൈറ്റിൽ കയറി പരിശോധിക്കാവുന്നതാണ്. ഇനി എന്തൊക്കെ ചികിത്സകൾ ലഭിക്കുമെന്ന് നോക്കാം. സാധാരണയായി ഹൃദയ ശസ്ത്രക്രിയ, കിഡ്നി ചികിത്സ, ക്യാൻസർ ചികിത്സ, ഓർത്തോപീഡിക് ശസ്ത്രക്രിയ, ന്യൂറോ ചികിത്സ, ജനറൽ സർജറി, സ്ത്രീകളുടെ ചികിത്സ, കുട്ടികളുടെ ചികിത്സ, പ്രസവവുമായി ബന്ധപ്പെട്ട ചില ചികിത്സകൾ, മറ്റ് നിരവധി ആശുപത്രി ചികിത്സകൾ. സർക്കാർ അംഗീകരിച്ച പാക്കേജുകൾക്കനുസരിച്ചായിരിക്കും സേവനങ്ങൾ ലഭിക്കുക. ഇനി ലഭിക്കാത്ത സേവനങ്ങൾ: ചില സേവനങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നില്ല. ഉദാഹരണത്തിന് സാധാരണ OPD പരിശോധന, പാക്കേജിൽ ഉൾപ്പെടാത്ത ചികിത്സ, ചില പ്രത്യേക സൗന്ദര്യ ശസ്ത്രക്രിയകൾ, അംഗീകൃതമല്ലാത്ത ചികിത്സകൾ. അതിനാൽ ചികിത്സയ്ക്ക് മുൻപ് ആശുപത്രിയോട് വിശദമായി ചോദിക്കുക. ചികിത്സയ്ക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ:
ആശുപത്രി PMJAYയിൽ ഉൾപ്പെട്ടതാണോ, അതുപോലെ ചികിത്സ പാക്കേജിലുണ്ടോ, മുൻകൂർ അനുമതി ആവശ്യമുണ്ടോ, ആവശ്യമായ രേഖകൾ കൈവശമുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇനി ക്യാഷ്ലെസ് ചികിത്സ എന്നത് എന്താണെന്ന് നോക്കാം. ആശുപത്രി ബിൽ സർക്കാർ പദ്ധതിയിലൂടെ തീർപ്പാക്കപ്പെടുന്നതിനാൽ രോഗി നേരിട്ട് പണമടയ്ക്കേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് ക്യാഷ്ലെസ് ചികിത്സ. എന്നാൽ പാക്കേജിന് പുറത്തുള്ള ചില സേവനങ്ങൾ ആശുപത്രി പ്രത്യേകം തുക ആവശ്യപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മുൻകൂട്ടി ചോദിച്ചറിയുക. ഇനി ഇത് രാജ്യത്ത് എവിടെയും ഉപയോഗിക്കാമോ എന്നുള്ള കാര്യമുണ്ട്. അതെ, ഉപയോഗിക്കാം. പദ്ധതിയിൽ ഉൾപ്പെട്ട ആശുപത്രികളിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ചികിത്സ ലഭിക്കും. ഇത് യാത്ര ചെയ്യുന്നവർക്കും മറ്റൊരു സംസ്ഥാനത്ത് താമസിക്കുന്നവർക്കും വളരെ സഹായകമാണ്. ഇനി ആളുകൾ ചെയ്യുന്ന ചില സാധാരണ തെറ്റുകളാണ്: അർഹത പരിശോധിക്കാതെ ആശുപത്രിയിൽ എത്തുന്നത്, കാർഡ് പുതുക്കാത്തത്, ആശുപത്രി പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാത്തത്, ആവശ്യമായ രേഖകൾ കൊണ്ടുപോകാത്തത്. ഈ തെറ്റുകൾ ഒഴിവാക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങൾ: ഒരിക്കലും പണം നൽകി വ്യാജ കാർഡ് എടുക്കരുത്. സർക്കാർ അംഗീകൃത കേന്ദ്രങ്ങളിലൂടെയോ അധികൃത സംവിധാനങ്ങളിലൂടെയോ മാത്രം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ പരിചയമില്ലാത്ത ആളുകൾക്ക് കൈമാറരുത്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ അഥവാ ആയുഷ്മാൻ ഭാരത് പദ്ധതി അർഹരായ കുടുംബങ്ങൾക്ക് വലിയ സഹായകമാണ്. കേരളത്തിൽ ഇത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായാണ് ലിങ്ക് ചെയ്താണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഈ പദ്ധതിക്ക് അർഹതയുണ്ടോ എന്നത് ഉടൻ പരിശോധിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികൾ, പെൻഷൻ, റേഷൻ, PM കിസാൻ, കേരള സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനലിനോടൊപ്പം തുടരുക. നന്ദി, നമസ്കാരം.